കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ. കർത്താവിന്റെ ദാസനെ വിശുദ്ധനാമന്തോണീസേ, മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിപ്പൂ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. നമുക്കെല്ലാവർക്കും എനിക്കത് ലോകത്തെ എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ബൈബിൾ ഭാഗങ്ങളാണ് പരിശുദ്ധാത്മാവ് ധ്യാന വിഷയമായിട്ട് തരുന്നത്. നല്ല സമകായൻ്റെ ഉപമ മറന്നുകളയല്ല. ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ മാത്രം കാണുന്ന മറ്റു ഒരു സുവിശേഷത്തിലും നല്ല സമകായൻ്റെ ഉപമ, നല്ല സമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ കാണുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഈ വചനം എടുക്കുമ്പോൾ മറ്റൊരു പ്രത്യേക കാര്യം, ഇത് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ തന്നൊരു വചനമാണിത്. പക്ഷേ ഇതിനോട് നമുക്ക് ചേർത്ത് വായിക്കാവുന്ന നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഒക്ടോബർ മാസം 3-ാം തീയതി അസീസിയിൽ ഫ്രാൻസിസ് പുണ്യാളൻ്റെ കബറെടുത്തെങ്കിൽ വെച്ച് ഒപ്പുവെച്ച ചാക്രിക ലേഖനത്തിൻ്റെ കീയാണ് ഈ ഉപമ. ഈ ഉപമയാണ് ആ ചാക്രിക ലേഖനത്തിലെ മുഴുവൻ ഒരു വെളിച്ചം നൽകുന്നത്, വ്യാഖ്യാനം നൽകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞ് വളരെ ചെറിയ ഒരു ചാക്രിക ലേഖനമാണ്. വായിക്കാൻ പറ്റുന്ന മക്കൾ സാധിക്കുന്നതായി വായിക്കുക. ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കല്ല, സാവധാനം. കാരണം ചാക്രിക ലേഖനങ്ങൾ വളരെ ഗഹനമായിട്ടുള്ള ഒരു വിഷയം. ഫ്രാൻസിസ് പാപ്പായുടെ ഏറ്റവും ഗഹനമായിട്ടുള്ള ലേഖനം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന് മുമ്പുണ്ടായിരുന്ന ലൗദാത്തോ സിയൊക്കെ നമുക്ക് വായിച്ചാൽ അല്പം കൂടെ എളുപ്പം മനസ്സിലാക്കുമായിരുന്നു. അല്പം കൂടെ ടൈറ്റാണ്, പക്ഷെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാക്രിക ലേഖനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവങ്ങളെ സാധിക്കുന്ന മക്കൾ ഇത് വായിക്കുക. ഇതിനകത്ത് 2-ാമത്തെ അധ്യായത്തിൽ എ സ്ട്രേഞ്ചർ ഓൺ ദ റോഡ്, വഴിയിൽ കിടക്കുന്ന അപരിചിതൻ എന്നാണ് 2-ാമത്തെ ടൈറ്റിൽ. 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത്, 1-ാമത്തെ അധ്യായത്തിന്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: ഇരുണ്ട ലോകത്തിലെ കറുത്ത മേഘങ്ങൾ. ഇരുണ്ട അല്ലെങ്കിൽ ഇടുങ്ങിയ ലോകത്തിലെ കറുത്ത മേഘങ്ങൾ. വളരെ മനോഹരമായിട്ടുള്ള ഒരിതാണ്. അതിലും രസകരമായിട്ടുള്ള ഏതാനും ഒബ്സർവേഷൻസ് പറഞ്ഞാൽ, ഇത് സാധാരണ മൈ ബിലവഡ് ബിഷപ്സ്, മൈ കാർഡിനൽസ്, പ്രീസ്, റിലീജിയസ് എന്നൊക്കെ പറയുന്ന പാപ്പ ഇത് ലോകം മുഴുവന് വേണ്ടി എഴുതി. ഇതിനകത്തൊരു അച്ഛനും ഇല്ല, ഒരു കന്യാസ്ത്രീ ഇല്ല, ഇതിനകത്ത് ആരുമില്ല. ഇത് സകല മനുഷ്യർക്കും വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു ചാക്രിക ലേഖനമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതിനകത്ത് രസകരമായിട്ടുള്ള മറ്റൊരു കാര്യം ഈ കാലഘട്ടത്തെ പാപ്പ ഓർമ്മിപ്പിക്കുന്നുണ്ട്. COVID-19 എന്ന ദുരന്ത കാലത്തിലാണ് ഞാനിത് എഴുതുന്നതെന്ന് പറയുന്നു. അതുപോലെ തന്നെ പാപ്പ ഓർമ്മിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ്. പാപ്പ കഴിഞ്ഞ തവണ ദുബായിൽ പോയപ്പോൾ അവിടുത്തെ ഗ്രാൻഡ് ഇമാമിനെ കണ്ട സംഭവം. അഹമ്മദ് അൽ തയ്യിബ് എന്ന ഗ്രാൻഡ് ഇമാമ്, ദുബൈയിലെ മുസ്ലിം ആ മതപണ്ഡിതന്റെ കാര്യം 2 തവണ ഈ ചാക്രിക ലേഖനത്തിൽ എടുത്തെടുത്ത് പറയുക. ഏതെങ്കിലും പാപ്പ എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, ഏതെങ്കിലും മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ഒരു സഭാ ആചാര്യന്റെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ചാക്രിക ലേഖനം എഴുതിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മുസ്ലിം നേതാവിന്റെ പേര് പറഞ്ഞാണ് പാപ്പ ഈ ചാക്രിക ലേഖനം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. വീണ്ടും ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് വളരെ രസകരമാണ്. പാപ്പ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ നെയിം ഓഫ് ഗോഡ്, ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. 2-ാമത് പറയുന്നത് ഇൻ ദ നെയിം ഓഫ് ദി ഇന്നസെന്റ് ഹ്യൂമൻ ലൈഫ്, നിഷ്കളങ്ക ജീവിതങ്ങളുടെ പേരിൽ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. 3-ാമത് ഇൻ ദ നെയിം ഓഫ് ദ പൂവർ, ദ ഡെസ്റ്റിറ്റ്യൂട്ട്, ദ മാർജിനലൈസ്ഡ്, പാവപ്പെട്ടവരുടെ പേരിൽ, ഒറ്റപ്പെട്ടു പോയവരുടെ പേരിൽ, പോംപോക്കിലേക്ക് മാറ്റിയിരിക്കുന്നവരുടെ പേരിൽ ഞാൻ ഇത് എഴുതി തന്നു. വീണ്ടും പറയുകയാണ്: ഇൻ ദ നെയിം ഓഫ് ദി ഓർഫൻസ്, വിഡോസ്, റെഫ്യൂജീസ്, വിധവകളുടെ, അനാഥരുടെ, പരദേശികളുടെ പേരിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. വീണ്ടും ദൈവങ്ങളെ, പാവപ്പെട്ട മനുഷ്യരെയൊക്കെ ചങ്കോട് ചേർത്ത് പിടിച്ച് ഈ ചരിത്രത്തിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു ചാക്രിക ലേഖനം എഴുതപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വായിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കി, ഇൻ ദ നെയിം ഓഫ് ദ ഫ്രീഡം, ഇൻ ദ നെയിം ഓഫ് ജസ്റ്റിസ് ആൻഡ് mercy, in the name of the persons of goodwill,
in the name of fraternity, in the name of the peoples who have lost security, peace, possibilities of living. നോക്കിയ പാപ്പ ഇങ്ങനെ ഒരുപാട് പേരെ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ പേരിലാണ് ഈ ചാക്രിക ലേഖനം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ചാക്രിക ലേഖനത്തിന്റെ 2-ാം അധ്യായം നമ്മളിപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, വഴിയരികിലെ അപരിചിതൻ എന്ന 2-ാമത്തെ അധ്യായത്തിൽ അതിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ചാക്രിക ലേഖനത്തിന്റെ അടിസ്ഥാനം ഫത്തേലി തൂത്തി എന്ന് പറഞ്ഞാൽ ഓൾ ആർ ബ്രദേഴ്സ്, എല്ലാവരും, നമ്മളെല്ലാം സഹോദരങ്ങൾ. ഇതാ പാപ്പ പറയുന്നത്. പാപ്പ ഒരുപക്ഷെ ഉയർത്തിപ്പിടിക്കുന്ന 2 കാര്യങ്ങൾ എന്നും അതായിരുന്നു: ലോക സാഹോദര്യം. 2, പാപ്പ ഉയർത്തിപ്പിടിക്കുന്ന 2-ാമത്തെ കാര്യം എളിമ, സിംപ്ലിസിറ്റി. പാപ്പയുടെ സിംപ്ലിസിറ്റി മറ്റൊരു കാര്യം. 2 ഈ ഫ്രറ്റേണിറ്റി, സാഹോദര്യം പാപ്പ ഒരുപാട് ഉയർത്തിപ്പിടിക്കുന്ന. നമുക്ക് ഈ ഒരു സുവിശേഷ ഭാഗത്തിലേക്ക് ഇതൊരു ബാക്ക്ഗ്രൗണ്ട് പോലെ വെച്ച് പാപ്പ അത് ചെയ്തപ്പോൾ അതൊന്ന് ഓർമ്മിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല. സാധിക്കുന്നവർ വാങ്ങിക്കുക. പുസ്തകം അവൈലബിൾ ആയി തുടങ്ങും തോന്നുന്നു. ഇല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കിടപ്പുണ്ട്. ഇത് ഇംഗ്ലീഷിൽ വായിക്കാൻ അറിയാവുന്നവർ ഇൻ്റർനെറ്റിൽ കയറി പാപ്പയുടെ സാവധാനം വായിച്ചാൽ മതി. മനോഹരമായിട്ട് നമുക്കിത് വായിച്ചെടുക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കാൻ ചോദിച്ചു, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു അടിസ്ഥാന ചോദ്യം. നിത്യജീവൻ എന്നുള്ള വിഷയം ദൈവമക്കളെ, പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്, അല്ലെങ്കിൽ മറ്റേത് നേട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നല്ല ചോദിച്ചത്. നിത്യജീവൻ, ലൈഫ് ഇറ്റേണൽ. ഹൗ ക്യാൻ ഐ പൊസസ് ലൈഫ് ഇറ്റേണൽ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പെണ്ണിന്റെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുക. ഒരു പെൺകുട്ടിയുടെ ശവസംസ്കാരം ഈ സമയത്ത്, ഞാൻ ഈ ശുശ്രൂഷ നടത്തുന്ന ഈ സമയത്ത് ഒരു പെൺകുട്ടിയുടെ ശവസംസ്കാരം നടന്നുകൊണ്ടിരിക്കുക. കൊച്ചു പ്രായത്തിൽ ജീവിതത്തിൽ ഒരുപാട് നേടിയിട്ട് ഒരു നിമിഷം കൊണ്ട് രോഗിയായി തീർന്ന് പെട്ടെന്ന് തന്നെ മരണത്തിലൂടെ സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പം ശ്വസിക്കുന്ന നിനക്ക് അടുത്ത ശ്വാസം എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്നത്തെ തിരുവചനം അതായിരുന്നല്ലോ, വിളക്ക് കൊളുത്തി. നവംബർ 2 വരാൻ പോകും. ഒക്ടോബർ മാസം പകുതിയായില്ലേ? നവംബർ 2 എത്തിക്കഴിഞ്ഞു. സകല മരിച്ച വിശ്വാസികളെയും നവംബർ 2 നമ്മൾ പ്രത്യേകം ടോക്ക് കൊടുക്കുന്നുണ്ട്. നവംബർ 2 ദൈവങ്ങൾ സകല ദൈവം നീ ഓർത്തുള്ളുക. നിത്യജീവൻ അവകാശമാക്കാൻ നന്മ കൊണ്ടൊന്നും ചോദിച്ചതല്ല, കർത്താവിനെ കുടുക്കിലാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. നമുക്ക് തുടർന്ന് പെട്ടെന്ന് വായിച്ചു പോകാം. അവൻ ചോദിച്ചു, ഈശോ തിരിച്ചു ചോദിച്ചു, നിയമത്തിൽ നീ നിയമജ്ഞനല്ലേ, നിയമത്തിൽ എന്തെഴുതിയിരിക്കുന്നു? നീ എന്ത് വായിക്കുന്നു? അവൻ പറഞ്ഞു, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ. ദൈവങ്ങളെ, ഒരുപക്ഷെ തിരുവചനത്തിന്റെ മുഴുവൻ സംഗ്രഹമായത്, തിരുവചനത്തിന്റെ മുഴുവൻ സംഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത്. എങ്ങനെയാ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, ഒരു മനുഷ്യനെ 4ആയിട്ട് തിരിച്ചാൽ ഇതാണ് 4 ഭാഗങ്ങൾ. ഒരു മനുഷ്യനെ 4ആയിട്ട് ഭാഗിച്ചാൽ അവന് ഇങ്ങനെയൊക്കെ നമുക്ക് ഒന്ന് പൂർണ്ണ ഹൃദയം. ഒരു മനുഷ്യൻ്റെ കാൽഭാവം അവൻ്റെ ഹൃദയ അനുഭവം. പൂർണ്ണ ഹൃദയം, ആത്മാവ്, വീണ്ടും മനസ്സ്, ശരീരം. ഈ 4 കാര്യങ്ങൾ കൂടുമ്പോൾ യഹൂദ ചിന്തയാണ് ഞാനിപ്പോൾ പങ്കുവയ്ക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ കാര്യത്തിലും അതൊക്കെ തന്നെയാണ്. പൂർണ്ണ ഹൃദയം, മനസ്സുണ്ടെങ്കിൽ തന്നെ പകുതി കാര്യം കഴിഞ്ഞു മക്കളെ. നല്ലൊരു ബലമുള്ളൊരു മനസ്സുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും. നല്ലൊരു മനസ്സുണ്ടെങ്കിൽ തന്നെ, നല്ല പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, ഒപ്പം സർവ്വശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കണം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞില്ല ആ പെൺകുട്ടിയുടെ കഥ. എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തി. ഒരു മിടുക്കി കൊച്ച് വാതിൽ തൽക്കാലം അടഞ്ഞു കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു അനുഗ്രഹത്തിലേക്കുള്ള വാതിൽ അടഞ്ഞു കിടക്കുന്നു. പക്ഷെ ഇങ്ങപ്പുറത്ത് ഈ പെൺകുട്ടി അനുഭവിക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. അവൾക്ക് മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന ഒരു ദൈവാനുഭവമുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു മക്കളെ, നിന്റെ ദൈവാനുഭവം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വത്ത്. നിന്റെ ദൈവാനുഭവം നീ നേടിയതൊന്നും അല്ല പൈതലേ. നിന്റെ ജീവിതത്തിലെ ദൈവാനുഭവമാണ് നിന്റെ ജീവിതത്തിന്റെ നേട്ടം. നീ ദൈവത്തെ കണ്ടുമുട്ടിയത്, നീ ദൈവത്തെ അനുഭവിച്ചത്, നീ ദൈവവുമായി ഒന്നായി ചേർന്നത്, that's a major part of your blessing. സമ്പത്തുണ്ടായതും മക്കൾക്ക് ജോലി കിട്ടിയതും കൊച്ചുങ്ങളുടെ കല്യാണം നടന്നതും ക്യാൻസർ രോഗം മാറിയതൊക്കെ 1%.
99% ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് കിട്ടിയ ദൈവാനുഭവം. ഞാൻ ശ്രദ്ധിച്ചു, അമ്മയും മോളും കൂടെ നിന്ന് വർത്താനം പറയുന്നത്. അമ്മ പറയുമ്പോൾ മോള് കൈക്ക് പിടിച്ചുകൊണ്ടിരിക്കുക, കടിഞ്ഞാൻ വലിക്കുന്ന പോലെ വലിച്ചു. ഇത് പറയല്ലേ പറയല്ലേ പറയല്ലേ. അമ്മയ്ക്ക് എങ്ങനെ പറയാതിരിക്കാം? ഇങ്ങനത്തെ മക്കളെ ജനിപ്പിക്കുന്ന അമ്മമാരെന്ത് മാത്രം ഭാഗ്യവതികളാണ്. ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒരു 10, 23, 24 വയസ്സുള്ളൊരു പെൺകുട്ടിയുടെ കഥയാണ് പറയണേ. വർഷത്തിൽ 1-2 ധ്യാനം കൂടും. കൂടെ കൂടെ മിക്കവാറും മാസങ്ങളിൽ 3 ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കും, പച്ചവെള്ളം മാത്രം കുടിച്ച്. ദൈവമക്കളെ, നിന്റെ ദൈവാനുഭവം നിന്റെ ജീവിതത്തിന്റെ കരുത്ത്, നിന്റെ ദൈവാനുഭവം നിന്റെ സമ്പത്ത്. പക്ഷേ ഈ ദൈവാനുഭവം സ്വന്തമാക്കാൻ വേണ്ടി എന്തുമാത്രം കഷ്ടപ്പാട് നമ്മൾ എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് വാടിപ്പോകുന്നേ. ആറ്റുതീരത്ത് നട്ട ചെടി വാടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് 1-ാം സങ്കീർത്തനം തുടങ്ങുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ ആറ്റുതീരത്ത് നടപ്പെടണം. ആറ്റുതീരം എന്ന് പറയുന്നത് ദൈവാനുഭവം. ദൈവാനുഭവത്തിന്റെ ഓരത്ത് നട്ട ചെടി വാടിപ്പോകില്ല മക്കളെ. നീ വാടിപ്പോകുന്നുണ്ടെങ്കിൽ നീ ചൂടുകാറ്റിനൊന്നും ഭയപ്പെടണ്ട. നീ ഒടിഞ്ഞു പോയെങ്കിൽ കൊടുങ്കാറ്റിന് നീ ഭയപ്പെടണ്ട. നീ ഭയപ്പെടേണ്ട കാര്യം ഇതാണ്, നിന്റെ വേരുകൾ ദൈവാനുഭവമാകുന്ന നദിയിലേക്ക് മുട്ടിനിൽപ്പുണ്ടോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും ഹോൾ ഹാർട്ടഡ്ലി, പകുതി പറ്റത്തില്ല മക്കളെ. പുരോഹിതനാണെങ്കിലും ശരി, സന്യാസിനിയാണെങ്കിലും ശരി, കുടുംബജീവൻ നയിക്കുന്നത് നീ പൂർണ്ണമായിട്ട് fully submitted or committed to the Lord. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുപോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെയും അവൻ പ്രതിവചിച്ചു. നമുക്കറിയാം ബൈബിളിലെ 2 ഭാഗം, നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4ഉം 5ഉം വാക്യങ്ങളും, ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യവും. ഇത് 2 കാര്യങ്ങളൊന്നും. അപ്പം ബൈബിൾ എന്താണെന്ന് അറിയാവുന്നൊരു വ്യക്തിയാണ് ഈശോയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, ഇതനുസരിച്ച് പ്രവർത്തിക്കുക, നീ ജീവിക്കും. ചത്തു ദൈവത്തെ സ്നേഹിച്ച, ചത്തു മനുഷ്യനെ സ്നേഹിച്ച നിനക്ക് സ്വർഗം കിട്ടും. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന എന്തിനാ? ദൈവസ്നേഹത്തെ പ്രതി. അവൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമെന്നോ അവൻ്റെ എന്തെങ്കിലും നേട്ടം വരുമോ ഒന്നുമല്ല. ജസ്റ്റ് ബിക്കോസ് ഐ എം ലവ്. ഞാൻ സ്നേഹമായതുകൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു. അങ്ങനെ ഒരു ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് ഞാൻ സ്നേഹമായതുകൊണ്ട്, വേറെ ഒന്നുമില്ല. തമ്പുരാൻ കർത്താവ് കുരിശിൽ മരിച്ചത് അതുകൊണ്ടാ. God so loved the world. ദൈവം ലോകത്തെ അത്രയധികം സ്നേഹിച്ചു. കാരണം ദൈവം സ്നേഹമാണ്. ദൈവമക്കളെ, നിന്റെ ജീവിതത്തിന് 2 അനുഭവങ്ങളാകട്ടെ. 1 ദൈവഭക്തിയും, 2 സ്നേഹവും ഭക്തിയും സമ്മേളിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിന്റെ വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വീഴും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ജീവിക്കും. നമുക്ക് തുടർന്നുള്ള വചനമാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് പോയേക്കാം. എന്നാൽ അവൻ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച് യേശുവിനോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഹൂ ഈസ് മൈ നെയ്ബർ? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? ദൈവമക്കളെ, ഇത് ചോദിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ചില ഉത്തരങ്ങൾ വരുന്നുണ്ട്. യഹൂദനെ സംബന്ധിച്ച് യഹൂദനാണ് അയൽക്കാരൻ, ജാതിയിൽപ്പെട്ടവനാണ് അയൽക്കാരൻ, അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ ചോരയിൽപ്പെട്ടവനാണ് അയൽക്കാരൻ. ഉത്തരങ്ങൾ ഒരുപാട് കിടപ്പുണ്ട്. ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നവനാണ്, ദൈവ വഴിയിൽ നടക്കുന്നവനാണ് അയൽക്കാരൻ. ഒത്തിരി ഉത്തരങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നമുക്ക് മുമ്പോട്ട് പോകാം. യേശു പറഞ്ഞു, ഒരുവൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. ജെറൂസലേം ദൈവത്തിന്റെ സന്നിധാനത്തിന്റെ പേരാ സ്വർഗീയ ജെറൂസലേം. ഇതാ ഞങ്ങൾ ജെറൂസലേമിന്റെ കവാടങ്ങളിൽ എത്തിയിരിക്കുന്നു. ദൈവമക്കളെ, ഒരു ഉയർന്ന ഉന്നത ദൈവാനുഭവത്തിന്റെ ഇടത്തിന്റെ പേരാണ് ജെറൂസലേം. ജെറൂസലേമിൽ ജോഗ്രഫി പറഞ്ഞാൽ 2500 അടി സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഒരു സ്ഥലം. എബവ് സീ ലെവൽ, 2500 ഫീറ്റ് എബവ് സീ ലെവൽ. അത്രയും ഉയർന്ന ജെറൂസലേം നിൽക്കുന്നത്. ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. ജെറിക്കോ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് 800 അടി താഴെയുള്ളൊരു സ്ഥലമാണ്. 2500 അടി ഉയരമുള്ള സ്ഥലത്തു നിന്ന് 800 അടി താഴ്ചയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു മനുഷ്യൻ പോകുന്നു.
ദൈവമക്കളെ, ഇത് ജിയോഗ്രഫി അല്ല പറയുന്നത്. നീ നിൽക്കുന്ന ദൈവാനുഭവത്തിൽ നിന്ന്, നിന്റെ പൗരോഹിത്യത്തിൽ നിന്ന്, നിന്റെ സന്യാസത്തിൽ നിന്ന്, നിന്റെ ദൈവാനുഭവത്തിൽ നിന്ന്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് നീ പോകുന്ന പോക്ക് ജെറിക്കോയിലേക്കാണ്. ഇനി ജെറിക്കോ എന്താണെന്നറിയാമല്ലോ? അന്ധന്മാരുടെ നാട് നമ്മൾ കാണുന്നുണ്ട്. തിരുങ്ങോട്ട് വായിച്ചു പോകുമ്പോൾ രണ്ട് അന്ധൻ, മത്തായി സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. ഈശോ ജെറൂസലേമിലേക്ക് പ്രവേശിച്ച് ജെറിക്കോയിലെത്തിയപ്പോൾ രണ്ട് അന്ധന്മാർ ഡിസ്ഫങ്ഷൻ. ജെറിക്കോ, the synonym for Jericho is dysfunction. ഒന്നും നേരെയല്ല. കൈയുള്ളവന് കൈ പ്രവർത്തിക്കുന്നില്ല, കണ്ണുള്ളവന് കണ്ണ് പ്രവർത്തിക്കില്ല, ചെവിയുള്ളവന് ചെവി പ്രവർത്തിക്കില്ല, ഹൃദയമുള്ളവന് സ്നേഹം അറിയത്തില്ല, ശരീരമുള്ളവന് വിശുദ്ധി അറിയത്തില്ല. അങ്ങനത്തെ ഒരു നാട്, കുരുടന്മാരുടെ നാട് ജെറിക്കോ മതിൽ. അന്ന് ഇസ്രായേൽ ജനം കടന്നു പോകാൻ വേണ്ടി ജെറിക്കോ മതിൽ പൊളിഞ്ഞ കഥയൊക്കെ നമ്മൾ പഴയ നിയമത്തിലും വായിക്കുന്നുണ്ട്. ജെറിക്കോ ഇസ് നോട്ട് എ ഗുഡ് നെയിം. അത്ര നല്ല സ്ഥലമൊന്നുമല്ല അവർക്ക്. പാപത്തിന്റെയും തിന്മയുടെയും കള്ളന്മാരുടെയും അന്ധന്മാരുടെയും രോഗികളുടെയും ദൈവനിഷേധകരുടെയും ഇടത്തിന്റെ പേരാണ് ജെറിക്കോ. നീ ജെറൂസലേമിൽ നിന്ന് വീണാൽ നീ ചെന്ന് വീഴുന്ന ഇടത്തിന്റെ പേരാ പൈതൽ ജെറിക്കോ. ദൈവമക്കൾ ഓർക്കണം, നമ്മൾ അവിടുന്ന് ഒരു കുറച്ച് താഴോട്ട് വന്ന് രക്ഷപ്പെട്ടു, അത്രയേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത്ര വലിയ പുണ്യാളത്തിയായിട്ടൊന്നും ജീവിക്കണ്ട, അത്ര വലിയ പുണ്യാളനായിട്ട് ജീവിക്കണ്ട എന്നൊന്നും വിചാരിക്കില്ല. അവിടം വിട്ടാൽ ഇവിടെയാ, സ്വർഗം വിട്ടാൽ നരകം, നരകം വിട്ടാൽ സ്വർഗം, അത്രയേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് കരുണയുള്ളതുകൊണ്ട് സ്വർഗത്തിനും നരകത്തിനും ഇടയ്ക്ക് ശുദ്ധീകരണ സ്ഥലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു. നോക്കിയേ, കള്ളന്മാരുടെ സ്ഥലത്തോട്ട് പോയ പിന്നെ കള്ളനല്ല അവൻ ആരെ പിടിക്കാൻ പോകുന്നത്? പുണ്യാളന്മാരുടെ നാട്ടിലോട്ടും നൊവേനപ്പള്ളിയിലോട്ടൊന്നും അല്ലല്ലോ പോയത്, കവർച്ചക്കാരുടെ ഇടയിലോട്ടാവും പോയത്, കരുതിക്കൂട്ടി പോയതാ. ദൈവ പൈതലെ, ആര് തങ്ങളുടെ ജീവിതാവസ്ഥയിൽ നിന്ന് താഴേക്ക് യാത്ര ചെയ്യുന്നോ അത് പുരോഹിതനായി. എത്ര അച്ഛന്മാരാ വീണ് പോയേക്കുന്നേ, എത്ര സിസ്റ്റർമാരാ വീണ് പോയേക്കുന്നേ, എത്ര കുടുംബങ്ങളാ തകർന്നു പോയേക്കുന്നേ, ഭാര്യാഭർത്തൃ ബന്ധങ്ങള്, ഞാനൊന്നും പറയുന്നില്ല. എത്ര കുടുംബങ്ങളാ മക്കളെ? 1% കുടുംബം ഉണ്ടോ പെർഫെക്റ്റ് ജോയിൽ? വെറുതെ ചോദിക്കാം, പോട്ടെ, ഒന്നും വേണ്ട, ഒരു 5%, 95%. ഞാനങ്ങനെ പറഞ്ഞ് ക്ഷമിക്കണം, എൻ്റെ കണക്കൊന്നുമില്ല. ഒരു പക്ഷേ എൻ്റെ അടുക്ക 95% കണ്ണീരും പരാതിയും പരിഭവം. അങ്ങനെ വിചാരിക്കുമ്പോൾ എനിക്കൊന്നും പൗരോഹിത്യവും സന്യാസമൊക്കെ ഇച്ചിരി മെച്ചമാണ്, ക്ഷമിക്കണം കേട്ടോ. എന്തായാലും ഒരു 40% അച്ഛന്മാരെങ്കിലും സന്തോഷമാണ്, മരം നിറഞ്ഞ സന്തോഷമാണ്. മറ്റേത് 5%. സന്യാസികൾ കണക്കും ഞാൻ അങ്ങനെ തന്നെ വെക്കും, ഒരു 40% നിറച്ച്, ബാക്കി 60 കണക്കാം, 60 കണക്കായിരിക്കും. 40 ഉണ്ട്, 40% ദൈവവൈതല്ലേ നിന്റെ സന്തോഷം ഇതാ. ചോദിക്കുക, ചങ്കിക്കുറാൻ വേണ്ടി ഞാൻ ചോദിച്ചത് അങ്ങനെ. നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭാര്യ ബന്ധത്തിൽ നീ സ്വപ്നാനുഭവത്തിലാണോ? നീ നിന്റെ ജീവിത പങ്കാളിയെ ജീവന് തുല്യം, ജീവിത പങ്കാളി ഹാഫ് ഹാഫ്, ജീവന് തുല്യം നിനക്കൊപ്പം നിന്റെ ഭാര്യയെ വെക്കാൻ നിനക്ക് പറ്റുമോ? പുരോഹിതൻ തനിക്കൊപ്പം തന്നെ പൗരോഹിത്യത്തെ വെക്കുന്നുണ്ടോ? തനിക്കൊപ്പം തന്നെ സന്യാസത്തെ വെക്കുന്നുണ്ടോ? Then you be a happy person. ഒത്തിരി തകർച്ചയില്ല മക്കൾ ഈ കാലഘട്ടം പോകുന്നത്. ജെറൂസലേമിൽ നിന്ന് കല്യാണത്തിന് ആദ്യ നാളുകളുണ്ട്, കുറച്ച് ദിവസം. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നൊരു പെൺകുട്ടി പറഞ്ഞു, ഞാൻ ഓക്കെ അച്ഛാ, തിരിച്ചു വേണ്ടവനെ, വിവാഹമോചനത്തിന് കേസ് കൊടുത്തിട്ട് തിരിച്ചു വേണ്ടച്ചാ. അത്രയ്ക്ക് ദുരന്തമാണ് തന്നത്. ജീവിതം മുഴുവൻ നരകിച്ച് 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 എത്തിപ്പിടിച്ചാൽ ഇനിയും കിട്ടുന്നതാണ് ആ ഭർത്താവിനെ. പക്ഷെ അവള് പറഞ്ഞ് എനിക്ക് വേണ്ട, അവളെ കൊണ്ടത് പറയിപ്പിക്കുന്നതാ അവളുടെ ജീവിതാനുഭവങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദൈവമക്കള് ദൈവസന്നിധിയിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ദൈവമക്കൾക്കൊരു ഓർമ്മ വേണം. ഇതാ തിരുവചനം പറയുക, അവൻ കവർച്ചക്കാരൻ. അതേ മക്കളെ, അച്ഛന് പൗരോഹിത്യം നഷ്ടപ്പെടും, അച്ഛൻ്റെ പുണ്യങ്ങൾ നഷ്ടപ്പെടും, അച്ഛന് ബ്രഹ്മചര്യം നഷ്ടപ്പെടും, അച്ഛന് ദാരിദ്ര്യം നഷ്ടപ്പെടും, അച്ഛന് അനുസരണം നഷ്ടപ്പെടും. ഇത് പിശാച് പിടിച്ചു പറിച്ചെടുക്കുന്നതാ. അച്ഛൻ വീണാന്നൊന്നും ആരും വിചാരിച്ചേക്കല്ലേ. അരുതാത്ത ഇടങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോ കുടുംബജീവിതം തകർന്നത്, അരുതാത്ത ഇടങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോ. വേറൊരു പെൺകുട്ടി ഈ ദിവസങ്ങളിലോട് പറഞ്ഞതാ, ഞാൻ കയ്യോടെ പിടിച്ചാ മറ്റൊരു ബന്ധം. മക്കളെ, വിറച്ചുകൊണ്ടല്ലാതെ അതൊക്കെ എങ്ങനെയാ കേൾക്കണേ? തെളിവുണ്ടച്ചാ കയ്യില്, തെളിവുണ്ട് എൻ്റെ കയ്യില്. എൻ്റെ ഭർത്താവിന് തെറ്റായ ബന്ധമുണ്ടെന്നുള്ളതിന് തെളിവെൻ്റെ കയ്യിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞെ, നീ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ,
നിനക്ക് വരാൻ പോകുന്ന ഗതിയായി നീ പറയാൻ പോകുന്ന തിരുവചനങ്ങള് നോക്കിക്കേ. തിരുവചനം പറയുക, അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടു, അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്തു. വസ്ത്രം അഭിഷേകമാ മക്കളെ, വസ്ത്രം അനുഗ്രഹമാ, വസ്ത്രം കൃപയാ. പൗരോഹിത്യത്തിലെ വസ്ത്രങ്ങൾ സന്യാസത്തിലെ, അല്ലെ അച്ഛൻ ഉടുപ്പൂരി എന്നൊക്കെ പറയണേ. പൗരോഹിത്യത്തിലെ വസ്ത്രം, സന്യാസത്തിലെ വസ്ത്രം. നിന്റെ 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 മന്ത്രകോടി നിനക്ക് നഷ്ടപ്പെടുന്ന ഒരു അനുഭവം. ജീവിതത്തെ ദൈവികമായിട്ട് കാണണം മക്കളെ, സ്വസ്ഥത ഉണ്ടാകാനായിട്ട്. ജീവിതത്തെ ദൈവികമായിട്ട്, ഇൻ ദ ലൈറ്റ് ഓഫ് ഗോഡ്സ് ലവ്, ദൈവസ്നേഹത്തിന്റെ പ്രകാശത്തിൽ നീ ജീവിതത്തെ മുഴുവൻ കാണാം. ദൈവസ്നേഹം. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു കുടുംബം, വേറൊരു കുടുംബം പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക. ഭർത്താവിൻ്റെ മാനസിക നില വിട്ടു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി നോക്കി മനസ്സിൻ്റെ ബലം നഷ്ടപ്പെട്ടൊരു ഭാര്യയെ. എത്ര സങ്കടമാണ് മക്കളെ, അവളോട് ആദരവാണ് തോന്നിയത്. പക്ഷെ കഴിഞ്ഞ ദിവസം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതം കൊടുത്ത് അവളോട് പറഞ്ഞു, എൻ്റെ അച്ഛാ ഇതൊന്നും പള്ളിയിൽ പോകുന്ന പ്രാക്ടീസ് അല്ലായിരുന്നു. അതുങ്ങളെല്ലാം ആ മകള് അവളുടെ പ്രാർത്ഥന കൊണ്ട്, അവളുടെ ശ്രമം കൊണ്ട് ഇന്ന് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും എല്ലാവരും പള്ളിയിലെത്തി. ആ കുടുംബം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതേ പൈതലേ, പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നീ ദൈവത്തിൻ്റെ സന്നിധിയിലാണോ? എന്തോരം സങ്കടം, എന്തോരം വേദന, എന്തോരം ദുഃഖം എന്നുള്ളതല്ല പ്രധാന കാര്യം. നിനക്ക് എന്തുമാത്രം ദൈവത്തെ വിശ്വസിക്കാൻ പറ്റുന്നു, ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റുന്നു, ദൈവത്തിന് സ്വന്തമാകാൻ പറ്റുന്നു. നോക്കിയേ, അവന്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ചു. ദൈവവൈതലേ, ആത്മീയമായും മാനസികമായി ശാരീരികമായി നിനക്ക് മുറിവേക്കാൻ തുടങ്ങും. നീ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് വീണാൽ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ ഇനി എടുത്തു പറയണില്ല, ആരാന്നൊന്നും പറയുന്നില്ല, മാനസികമായും. എൻ്റെ അടുത്ത് ഒരു കൗൺസിലിങ്ങിൽ വരുന്ന അനേകം മക്കൾ എൻ്റെ മുമ്പിലേക്ക് തെളിയുക. മക്കളെ, അച്ഛാ എൻ്റെ കുറ്റം കൊണ്ടാ, ഇപ്പം നീ പറഞ്ഞിട്ട് എന്താടാ കാര്യം? അവൾ പോയി, എൻ്റെ കുറ്റം കൊണ്ടാ, ഞാൻ ശ്രദ്ധിച്ചിരുന്നത്, നീ ശ്രദ്ധിക്കണമായിരുന്നു. ഹല്ലേലൂയ. ശാരീരികമായും മാനസികമായും ആത്മീയമായും മുറിവേറ്റ ഒരുപാട് മനുഷ്യർ. കാരണം ചോദിച്ചോ, ബൈബിൾ ഉത്തരം പറയും. ജെറൂസലേമിൽ നിന്ന് നീ അരുതാത്തിടത്തിലേക്ക് ജെറിക്കോയിലേക്ക് പോയി. നിന്റെ യാത്ര ജെറിക്കോയിൽ നിന്ന് ജെറൂസലേമിലേക്കായിരുന്നു വേണ്ടത്. ദൈവമക്കളെ, വീണ്ടും പറയട്ടെ, ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്നവൻ ആരായിരിക്കും? ജെറൂസലേം നിവാസി ആരാ? അവൻ യഹൂദനാ. ദേവാലയത്തെ കെട്ടിപ്പിടിച്ച് ജീവിക്കുന്നവനാ, പ്രാർത്ഥനയും ദൈവവചനവുമായിട്ട് ജീവിക്കുന്നവനാ ജെറൂസലേം വാസി. ജെറൂസലേമിന്റെ സ്തോത്രഗീതങ്ങളിൽ, ആരാധനയിൽ, പ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കുന്നവനായി ജെറൂസലേംകാരൻ. അവൻ വൈദികൻ തന്നെയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കി. പകുതി ജീവൻ. എത്രയോ മനുഷ്യര് ദൈവവൈതലേ, മനുഷ്യരിലോട്ടൊന്നും പോണ്ട, എന്നിലേക്ക് നോക്കിയാൽ മതി. ഞാൻ ജെറൂസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് നീങ്ങിയപ്പോൾ എൻ്റെ പ്രാണൻ എനിക്ക് നഷ്ടപ്പെടുന്ന അനുഭവമില്ലേ? ഒരുപാട് മക്കളുണ്ട് മക്കളെ. തേങ്ങലോട് നിൽക്കുന്ന അനേകം മുഖങ്ങൾ മനസ്സിലേക്ക് വരിക. തിരുവചനം അർത്ഥപ്രാണനാക്കി പോയി കളഞ്ഞു. യു വിൽ ബി ഡെസേർട്ടഡ്. ഉപേക്ഷിക്കപ്പെടും. ആർക്കും വേണ്ടാത്തവരായി. തിരുവചനം പറഞ്ഞില്ലേ, ഉപ്പിന് ഉറകട്ട് പോയാൽ വെളിയിലേക്ക് ഇറങ്ങി ചവിട്ടപ്പെടും. പൗരോഹിത്യം നഷ്ടപ്പെട്ടവനും സന്യാസം നഷ്ടപ്പെട്ടവളും കുടുംബജീവിതം തകർത്തവരെയൊക്കെ വെറുതെ ഇട്ട് ചവിട്ടിക്കളയും മക്കളെ, വെറുതെ ഇട്ട് ചവിട്ടിക്കളയും. നോക്കിക്കേ, വചനം പറയുക, ഉപേക്ഷിച്ചു പോയി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതല്ലേ തിരുവചനം തുടരാം. ഒരു പുരോഹിതൻ ആ വഴിയെ കടന്നുപോയി. അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി. ആദ്യം കടന്നു വന്ന് ഒരുവൻ മരണത്തോട് മല്ലടിച്ച് വഴിയിലേക്ക് കിടക്കുക. അപ്പോൾ കടന്നു വന്നത് ഒരു പുരോഹിതനാണ്. മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന പുരോഹിതൻ നോക്കി, മരിക്കാൻ പോവുക, തൊട്ടാൽ 7 ദിവസത്തേന് അശുദ്ധനാണ്. പള്ളി കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക, ബലിയർപ്പിക്കാൻ പോവുക, അവനെ തൊട്ട ബലി മുടങ്ങും. മോശ പറഞ്ഞിട്ടുണ്ട്, മരിച്ചവനെ തൊട്ടുപോകല്, തൊട്ടാൽ നീ അശുദ്ധനാകും. എന്തു ചെയ്യും? ഫ്രാൻസിസ് പാപ്പ സഭയ്ക്കും ലോകത്തിനും വേണ്ടി തിരുവെഴുത്തെഴുതുമ്പോൾ ഈ സംഭവം എടുത്തു വെക്കുമ്പോൾ സഭയുടെ ചങ്കിൽ ഒരു കുത്തുണ്ട് മക്കളെ. നിന്റെ നിയമങ്ങളല്ല,
നിന്റെ ബലി, നിന്റെ സ്നേഹം, നിന്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹമെന്ന ഹീസ് മൈ ബ്രദർ, then you are a priest. First you are a brother and then you are a priest. ആരും ആയിക്കൊള്ളട്ടെ മക്കളെ, അല്പം കൂടി ഒരു ഔദാര്യമുള്ളവനാകാനൊക്കെ നമുക്ക് പലപ്പോഴും ദേഷ്യവും പുച്ഛവും ഒക്കെ, ഞാൻ എൻ്റെ കാര്യമോ പറയണേ, നിനക്ക് വേറെ സ്ഥലമൊന്നും ഇല്ലെന്നോ വിചാരിക്കും. അങ്ങനെയൊക്കെ പുച്ഛിക്കാൻ മാത്രം വലിപ്പമുണ്ടോ നമുക്കെന്താ ഇങ്ങനെയൊക്കെ ആയിക്കിട്ടിയത്? അവൻ്റെ കരുണ എനിക്ക് തന്ന ഈ കരുണ ആ വഴിയിലിരിക്കുന്ന മനുഷ്യന് കൊടുത്തിരുന്നെങ്കിൽ അവനും പുരോഹിതനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നേനെ. ദൈവമക്കളെ, കൂടുതൽ കിട്ടിയവരിൽ നിന്ന് കൂടുതൽ കർത്താവ് പ്രതീക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പുരോഹിതൻ ആ വഴി അങ്ങനെ കടന്നുപോയി. ആരാവൻ? യഹൂദ പുരോഹിതനാണ്. അടുത്തത് ലേവായൻ. ഒരു ലേവായനും വന്നു. അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി. അവൻ അടുത്തും കൂടെ പോയി നോക്കി. അച്ഛൻ വശത്തോടങ്ങ് പോയതേ ഉള്ളൂ. ലേവായൻ അൾത്താര ശുശ്രൂഷി പള്ളിയിലെ ലേവി വംശത്തിൽപ്പെട്ടവൻ. അവൻ അടുത്തു നിന്നൊന്ന് എത്തി നോക്കി. മരിക്കാൻ പോവുക, തൊടണ്ട. അവനും ഉണ്ട് അശുദ്ധിയുടെ വിഷയം. അവനും പള്ളിയിൽ ചെന്ന് തിരികെത്തിച്ചില്ലെങ്കിൽ അച്ഛന് കുർബാനയെല്ലാം പറ്റില്ല. അവനും തൊട്ടില്ല. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അടുത്തത്, എന്നാൽ ഒരു സമരിയാക്കാരൻ. ആരാ സമരിയാക്കാരൻ? വംശത്തിൽപ്പെടാത്തവൻ, കുലത്തിൽപ്പെടാത്ത, ഇത് യഹൂദനാണ്. ഒരു സമരിയാക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഈ വാക്ക് വേറെ എവിടെയെങ്കിലും ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച വാക്കാം. ബൈബിളിൽ സ്പ്ലെങ്കൻസോമായി എന്ന ഈ വാക്ക് നിങ്ങൾക്ക് വേറൊരിടത്ത് കാണണമെങ്കിൽ അത് ക്രിസ്തുവുമായി അവരോട് അനുകമ്പ തോന്നി. ബൈബിളിൽ ഒരിടത്ത് മാത്രം ഒരു വിജാതിയന്റെ കൂടെ, ഒരു സമരിയാക്കാരന്റെ കൂടെ ഇതാ ക്രിസ്തുവിന്റെ വാക്ക് ചേർത്ത് വെച്ചിരിക്കുന്നു. സ്പ്ലെങ്കൻസോമായി. മക്കളെ, ഇതാ അവനോട് അലിവ് തോന്നി. കാരുണ്യ വർഷത്തെ നമ്മൾ ഒരുപാട് ധ്യാനിച്ച വിഷയം കരുണ. അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന വികാരം, ഗർഭാശയത്തിൻ്റെ ചലനം എന്നൊക്കെ ഇതിൻ്റെ അർത്ഥം. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ഒന്ന് അനങ്ങുമ്പം അമ്മയ്ക്ക് എന്നാ തോന്നും? അത് ദൈവത്തിന് മനുഷ്യരോട് തോന്നുന്ന അത് വികാരമാണ്. സ്പെങ്കൻസോമായി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതാണ്. ഗ്രീക്കിൽ അതാണ് ആ വാക്ക് ഉപയോഗിച്ചത്. ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുന്ന വാക്ക് ഇങ്ങനെ എഴുതിയിരിക്കുക. അവനെ കണ്ട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. ദൈവമക്കളെ, നമ്മൾ കഥയൊന്ന് തിരിക്കാൻ പോവാ. ഇത്രയും നേരം വന്നത് ഒരു സമരിയാക്കാരനാണെങ്കിൽ ആ സമരിയാക്കാരൻ, ആ പുറംജാതിക്കാരൻ, ആ ഗുണമില്ലാത്തവൻ, പാപം ചെയ്യുന്നവൻ, അവന്റെ പേര് ക്രിസ്തു. അവനെ കുറ്റവാളികളുടെ കൂടെ നിങ്ങൾ എണ്ണി എന്ന് യെശയ്യാ വചനത്തിന്റെ 53-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ? അവനെ പുറത്താക്കപ്പെട്ടവന്റെ കൂട്ടത്തിൽ, അവനെ കുറ്റവാളികളുടെ കൂട്ടത്തിൽ, പാപികളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു. സമരിയാക്കാരനെ എണ്ണപ്പെടുന്നത് പാപികളുടെ കൂട്ടത്തിൽ, വഴിതെറ്റിയവന്റെ കൂട്ടത്തിൽ, സമുദായത്തിന് പുറത്തുള്ളവന്റെ കൂട്ടത്തിൽ. ക്രിസ്തു സമുദായത്തിന് പുറത്ത്, ക്രിസ്തു ജാതിയിൽപ്പെടാതെ നിൽക്കുന്നവൻ, ക്രിസ്തു കുറ്റവാളിയായി നിൽക്കുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, വീണ് കിടക്കുന്നത് അത് ഞാൻ തന്നെയാണ്, നീ തന്നെയാണ്. വീണ് കിടക്കുന്നത് നീയാ പൈതലേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ പറ്റി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്ന കഥയാ. കൃപയുടെ വസ്ത്രങ്ങൾ നഷ്ടപ്പെട്ട, ഒരുപാട് വേദനിക്കുന്ന, ഒരുപാട് മുറിവേൽക്കപ്പെട്ട, ഒറ്റപ്പെട്ടു പോയ, ഉപേക്ഷിക്കപ്പെട്ട ആ വ്യക്തി, ആ മനുഷ്യൻ നീ തന്നെ. The good news is the Samaritan is near you. സമരിയാക്കാരൻ നിന്റെ അടുത്തിപ്പോഴുണ്ട്. ആ നല്ല സമരിയാക്കാരൻ അവൻ എന്താ ചെയ്തത്? അവൻ എണ്ണയും വീഞ്ഞും ഒഴിച്ച്, എണ്ണ എന്താണെന്നറിയോ?
നീ സ്വീകരിച്ച കൂദാശകൾ, ജ്ഞാനസ്നാനം, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം, അനോയിന്റിങ് സ്വീകരിച്ച തൈലമതാ മക്കളെ, ക്രിസം, വീഞ്ഞ്, അല്പം മുമ്പ് സ്വീകരിച്ചില്ലേ കർത്താവിൻ്റെ ചോര, നിന്റെ ദൈവം. അഗെയിൻ എണ്ണ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധാത്മാവ. ദൈവ പൈതലേ, നീ എത്ര അർത്ഥപ്രാണനാണെങ്കിലും, എത്ര മുറിവേറ്റവനാണെങ്കിലും, എത്ര തള്ളപ്പെട്ടവനാണെങ്കിലും, എത്ര ആക്രമിക്കപ്പെട്ടവനാണെങ്കിലും, നിന്നെ വീണ്ടെടുക്കാൻ നിന്റെ കർത്താവിന് കഴിയുമെന്ന്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. എത്ര കുറവുള്ളവനായിക്കൊള്ളട്ടെ നീ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയവനായിക്കൊള്ളട്ടെ, അരുതാത്തത് ചെയ്തവനായിക്കൊള്ളട്ടെ, but your Lord can get you back. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഒരു ധ്യാനം ഉണ്ടായിരുന്നല്ലോ, നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുന്ന കർത്താവിനെ പറ്റി. നഷ്ടപ്പെട്ട നാണയത്തിൻ്റെ കഥയും നഷ്ടപ്പെട്ട ആടിൻ്റെ കഥയും ഒക്കെ നമ്മൾ ധ്യാനിച്ചതല്ലേ, കൂടിച്ചേർത്ത് ലൂക്കാ തന്നെ പറഞ്ഞു വെക്കുന്നത്. എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവ്, അതേ മക്കളെ മറന്നു കളയില്ല. ഈ കൂദാശയ്ക്ക് നിന്റെ മുറിവുണക്കാനുള്ള കരുത്തുണ്ടെന്ന്, ഈ ദിവ്യകാരുണ്യത്തിന് നിന്റെ മുറിവുണക്കാനുള്ള കഴിവുണ്ടെന്ന്, ഈ ദിവ്യകാരുണ്യത്തിന് നിനക്ക് പുതുവസ്ത്രം തരാനുള്ള കഴിവുണ്ടെന്ന്, ഈ ദിവ്യകാരുണ്യത്തിന് നിനക്ക് ജീവൻ തരാനുള്ള കഴിവുണ്ടെന്ന്. എണ്ണയും വീഞ്ഞും തിരിച്ചു പിടിക്കണം മക്കളെ. നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നത് ഈ എണ്ണയും വീഞ്ഞും നിന്റെ മുറിവുകളിൽ വീഴണം. എണ്ണ കൃപയാണ്, വീഞ്ഞ് കൂദാശകളാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി. ബൈബിളിൽ പിന്നെ ഒരിടത്തെ കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്നവൻ നമ്മൾ കാണുന്നുള്ളൂ. അവൻ അന്ത്യ അത്താഴത്തിന് വേണ്ടി ജെറൂസലേമിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ യാത്ര ചെയ്തത് കഴുതയാണ്. കഴുത സമാധാനത്തിൻ്റെ രാജാവിൻ്റെ വാഹനമാണ്. നോക്കിക്കുക മക്കളെ, കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, നിന്നെ കയറ്റിക്കൊണ്ട് പോകാൻ വേണ്ടി കർത്താവ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന കഴുത അവൻ്റെ വാഹനമാണ്. നമ്മൾ സഫാനിയ പ്രവാചന പുസ്തകത്തിലല്ലേ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ജെറൂസലേം പുത്രി ആനന്ദിച്ചാലും ഇതാ നിന്റെ രക്ഷകൻ ഇതാ കഴുതപ്പുറത്ത് കയറി കടന്നു വരുന്നു. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരുവചനം അങ്ങനെയല്ല മക്കളെ പറയുന്നത്. ഇതാ നിന്റെ രാജാവ്. സഫാനിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. സഫാനിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് വിളിച്ചു പറയുന്ന കാര്യം ഇതാണ്: നിന്റെ ദൈവമായ കർത്താവ്, വിജയം നൽകുന്ന കർത്താവ് ഇതാ കടന്നു വരുന്നു. എവിടെയാണത്? ഓക്കെ, പഴയ നിയമത്തിലെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം. ഇതാ നിന്റെ കർത്താവ്, ഇതാ കഴുതയുടെ പുറത്ത്, കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്ന കർത്താവ്. ദൈവ പൈതലേ, ഇന്ന് ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നീ വീണ് കിടക്കുന്ന ഇടത്തിൻ്റെ പേര് തിരുവൾത്താരി എന്ന. അവിടെയാണ് നിനക്ക് വീഞ്ഞും എണ്ണയും കിട്ടുന്ന ഇടത്തിൻ്റെ പേര്, അത് തിരുവൾത്താരി എന്നാണ്. ആ തിരുവൾത്താരിയുടെ അടുക്കിലേക്ക് ഇതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരിക. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തിരുവചനം നമുക്ക് തുടരാം. കഴുതയുടെ പുറത്ത് കയറ്റി അവനെ സത്രത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. ദൈവമക്കളെ, പരിശുദ്ധ സഭയാണ് ഈ സത്രം. ഈ തീർത്ഥാടന കേന്ദ്രമാണ് സത്രം. നിന്നെ സുഖപ്പെടുത്താൻ, നിന്റെ മുറിവുണക്കാൻ, നിനക്ക് സൗഖ്യം നൽകാൻ, നിനക്ക് വിടുതൽ നൽകാൻ ഈ തീർത്ഥാടന കേന്ദ്രത്തിന് സാധിക്കും. കർത്താവ് നിന്നെ കൊണ്ടുവരുന്ന ആ സത്രത്തിന്റെ പേര് പരിശുദ്ധ സഭയെന്ന. നിന്റെ മുറിവ് അവിടെ ഉണങ്ങും പൈതലേ. നഷ്ടപ്പെട്ട വസ്ത്രങ്ങൾക്ക് പകരം കൃപയുടെ വസ്ത്രം നിനക്ക് കിട്ടും. നിനക്ക് വന്ന അപമാനത്തിന് പകരം നിനക്കൊരു പുതിയ അഭിഷേകം അവിടെ വെച്ച് കിട്ടും. ഇതാ സത്രത്തിൽ കൊണ്ടുചെന്നു പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ
കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഹല്ലേലൂയ. പരിചരിച്ചു എന്ന് മാത്രമല്ല, ഇനി ജീവിതകാലം മുഴുവൻ സംരക്ഷിക്കുവാനായിട്ട് ഇതാ 2 ദനാറ കൊടുത്തിട്ട് പോകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ 2 ദനാറ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നു. ഈ 2 ദനാറ, ഒന്ന് ദൈവത്തിന്റെ വചനം, 2 കൂദാശകൾ. ഹല്ലേലൂയ. കൂദാശയ്ക്കും ദൈവത്തിന്റെ വചനത്തിനും നിന്റെ ജീവിതത്തിന് വേണ്ടതൊക്കെ തരാൻ കഴിവുണ്ടെന്ന്. കർത്താവിൻ്റെ വചനത്തിനും കൂദാശകൾക്കും നിന്റെ ജീവിതത്തിന് വേണ്ടതൊക്കെ തരാൻ കഴിവുണ്ട്. 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? ദൈവമക്കളെ, കടന്നുപോയ 2 യഹൂദരുണ്ട്. ഇവൻ സമരിയാക്കാരനാണ്. ഇതാ ഇവരിൽ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമജം പറഞ്ഞു. സമരിയാക്കാരൻ എന്ന് അവരുടെ നാവിൽ വരില്ലല്ലോ. സമരിയാക്കാരൻ എന്ന് പറഞ്ഞ് അവരുടെ നാക്ക് പൊള്ളിപ്പോവല്ലോ. അവൻ പറഞ്ഞു, അവനോട് കരുണ കാണിച്ചവൻ. അതെ, സമരിയാക്കാരനല്ല, ക്രിസ്തു. Who is your neighbor? Christ is your neighbor. And that neighbor will take care of you. ദൈവമക്കളൊന്ന് എഴുന്നേറ്റ് നിന്നേ. നിന്റെ അയൽക്കാരനായിട്ട് ക്രിസ്തുവുണ്ട്. മുറിവേറ്റ, സങ്കടപ്പെടുന്ന, നിരാശപ്പെടുന്ന, വീണുപോയ, തളർന്നുപോയ, അപമാനിതനായ, പരാജിതനായ നിന്റെ അയൽക്കാരനായി ക്രിസ്തുവുണ്ട്. ഇരു കരങ്ങളും നീട്ടി ആ ഇടയനിതാ, ആ അയൽക്കാരനിതാ വഴിയിലൂടെ കടന്നു പോകുമ്പോ നീ ഒന്ന് നിലവിളിച്ച്, യേശുവേ, 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 യേശുവേ. കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായമേകണേ.